തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഡോക്ടർമാർക്കെന്ന് ആവർത്തിക്കുകയാണ് ഭാര്യ സിന്ധു. ചികിത്സാ പിഴവുണ്ടായെന്ന് ആരോപിക്കാൻ കാരണമെന്തെന്ന ചോദ്യത്തിന് മറുപടിയായാണ് ഡോക്ടർമാർക്കെതിരെയുള്ള മൊഴി. സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും സിന്ധു മൊഴി നൽകിയിട്ടുണ്ട്. ഗോപാൽ ശീലാസനിലാണ് ചേരുന്നത്. ഗോപാൽ, ആരോപണങ്ങളിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ അന്വേഷിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എന്തൊക്കെ മൊഴികളാണ് നൽകിയിരിക്കുന്നത്? വിനീത, ഇന്ന് രാവിലെ 11 മണിക്കാണ് ചവറ KMML ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്വേഷണ സംഘം സിന്ധുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. 2 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ പൂർണ്ണമായും ആരോപണം ഉന്നയിച്ചത് ഈ ഡോക്ടർമാർക്കെതിരെ തന്നെയായിരുന്നു. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലമാണ് തന്റെ ഭർത്താവ് വേണു മരിച്ചത് എന്നും സമയബന്ധിതമായി ചികിത്സ ലഭിച്ചില്ല എന്നും ഈ സിന്ധു അന്വേഷണ സംഘത്തിന് മുൻപിൽ അറിയിച്ചു. അതായത് എക്കോ കാർഡിയോഗ്രാം, അതിനോടൊപ്പം തന്നെ ആൻജിയോഗ്രാം എന്നിവ സമയബന്ധിതമായി ചെയ്തില്ല. അത് കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തന്റെ ഭർത്താവ് ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഡോക്ടർമാർക്കെതിരെ ഉള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്ന ചോദ്യത്തിലാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഇത്തരത്തിലൊരു മറുപടി ഈ സിന്ധു നൽകിയത്. കൂടാതെ തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിൽ മൊഴി നൽകിയ ശേഷം മറുപടിയായി സിന്ധു പറയുന്നത് ഇപ്പോൾ നീതി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്നതാണ്. കാരണം വളരെ മനുഷ്യത്വപരമായിട്ടാണ് 4 അംഗ സംഘം തന്നോട് പെരുമാറിയത്. ജോയിന്റ് ഡയറക്ടർ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരുടെ മൊഴിയെടുത്തത്. നിലവിൽ എന്താണ് തുടർ നടപടി എന്ന കാര്യത്തിലൊന്നും വ്യക്തത അവർ നൽകിയിട്ടില്ല. പക്ഷേ അപ്പോഴും അവർ പറഞ്ഞു ഏത് സമയത്തും എന്തെങ്കിലും തരത്തിലേക്കുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടെങ്കിൽ അറിയിക്കാം എന്ന കാര്യം വ്യക്തമാണ്. ഏതായാലും വേണുവിന്റെ കുടുംബം മൊഴി നൽകിയതിലും ഇക്കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. ഗോപാൽ ശീലാസനിലാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.